ഇന്ന് എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് വയറിനുള്ളിലെ ബുദ്ധിമുട്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വയറിനുള്ളിലെ അസ്വസ്ഥത, എന്ത് ഭക്ഷണം കഴിച്ചാലും കുറച്ച് ഭക്ഷണം കഴിച്ചാലും വയറ് ഫുള്ളായിട്ടുള്ള പോലെ ഫീലിങ്, നെഞ്ചരിച്ചിൽ, പുളിച്ചു തിരട്ടൽ, ഏമ്പക്കം, കീഴ്വായുവിൻ്റെ ശല്യം, അതുപോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഓക്കാനം. ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇതിനായിട്ട് നിങ്ങൾ ഗ്യാസിൻ്റെ മരുന്നെടുക്കും. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളെല്ലാം താൽക്കാലികമായിട്ടൊന്ന് കുറയും. പക്ഷേ വീണ്ടും മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. അതിനുശേഷം നിങ്ങൾ പോയിട്ട് എൻഡോസ്കോപ്പി എടുക്കും. എൻഡോസ്കോപ്പിയിൽ വയറിനുള്ളിൽ നീർക്കെട്ട് കാണിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും മരുന്നെടുക്കും. കുറച്ച് കാലത്തേക്ക് ഈ ഒരു ലക്ഷണങ്ങൾക്ക് കുറച്ച് ശമനം ഉണ്ടാവും. വീണ്ടും മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സെയിം ബുദ്ധിമുട്ട് വരും. വീണ്ടും പോയി എൻഡോസ്കോപ്പി എടുക്കുമ്പം അതിൽ അൾസറായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഈ അൾസർ മുന്നേ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശരിക്കുള്ള പ്രശ്നം? അതായത് വയറിനുള്ളിൽ ദഹനക്കേടാണോ അതോ അൾസറാണോ? ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഈ വയറിനുള്ളിലെ ബുദ്ധിമുട്ട് പല കാരണങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതായത് ഇപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡ്, മസാല ചേർത്ത ഫുഡ്, കരിച്ചത്, പൊരിച്ചത്, ഇതൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. എന്നാൽ പണ്ടുള്ളവരാണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവരുടെ ഫുഡിൽ എന്നും ഉൾപ്പെടുത്തുമായിരുന്നു. അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കുറവ്. ഈ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല. ഇതൊക്കെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു റീസണാണ് ഈ വയറിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ രണ്ടാമത്തെ റീസണാണ് സ്ട്രെസ് ഫാക്ടർ അല്ലെങ്കിൽ ടെൻഷൻ. ഈ ടെൻഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മുടെ ആമാശയ ഭിത്തിയെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും അതുവഴി അൾസർ ഫോം ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു റീസണാണ്, അതായത് ഈ കോർട്ടിസോൾ കൂടുമ്പോൾ ഇത് അൾസർ കോസിങ് ബാക്ടീരിയസിനെ കൂട്ടും. അതുവഴി ഈ ആമാശയ ഭിത്തിയിൽ ചെറിയ ചെറിയ അൾസർ ഫോം ചെയ്യും. ഈ സ്ട്രെസ്സും അല്ലെങ്കിൽ ഈ ഒരു ടെൻഷനും ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഈ അൾസറിലേക്ക് ലീഡ് ചെയ്യും. മൂന്നാമത്തെ ഒരു റീസണാണ് സ്മോക്കിംഗ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കുടിക്കുന്നവർ. സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ലങ്സിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. അല്ല, 30% നമ്മളിപ്പം സ്മോക്ക് ചെയ്യുമ്പോൾ അത് ആമാശയത്തിലേക്കാണ് അത് വരുന്നത്. അതായത് നമ്മുടെ ആമാശയ ഭിത്തിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്, അതായത് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ കോട്ടിംഗ് ഉണ്ട്. ഇതാണ് നമ്മുടെ ആമാശയ ഭിത്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്നത് വഴി ആ ഒരു പ്രൊട്ടക്ഷനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊട്ടക്ഷനെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നത് വഴി ആ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുകയും അവിടെ ചെറിയ അൾസേഴ്സ് ഫോം ചെയ്യുകയും അത് വലുതാവുകയാണ് ചെയ്യാറ്. ഈ പറഞ്ഞ 3 റീസൺസ് ആണ് മെയിനായിട്ട് ഈ വയറിനുള്ള ബുദ്ധിമുട്ട് കൂട്ടാൻ കാരണമാകുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാം? വയറിൻ്റെ ഉള്ളിൽ ദഹനക്കേടാണോ അല്ലെങ്കിൽ വയറിനുള്ളിൽ അൾസർ ആണോ എന്ന് നമുക്ക് തന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ വയറിനുള്ളിൽ അൾസർ അല്ലെങ്കിൽ ദഹനക്കേടിൻ്റെ പ്രശ്നമുള്ളവരിൽ ഫസ്റ്റ് കാണിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് വയറ് വീർത്തിരിക്കുക, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളായ പോലെ ഫീലിങ്, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, കീഴ്വായുവിൻ്റെ ശല്യം, ക്ഷീണം, ഓക്കാനം, ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിത് ദഹന പ്രശ്നമാണോ അല്ലെങ്കിൽ വയറിനുള്ളിൽ നീർക്കെട്ടാണോ വയറിൻ്റെ ഉള്ളിൽ അൾസർ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? മെയിനായിട്ട് ഈ ദഹനക്കേടിൻ്റെ പ്രശ്നം, അതായത് ഈ വയറിനുള്ളിൽ നീർക്കെട്ടാണെങ്കിൽ നമുക്ക് വയറിനുള്ളിൽ വേദന വരിക ഹോൾ അബ്ഡോമൻ ആയിരിക്കും. അതായത് വയറ് ഫുള്ളായിട്ടായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുക. എന്നാൽ അത് ഗ്യാസ്ട്രിക് അൾസറിലേക്ക് മാറുമ്പം ഒരു സ്പോട്ടിൽ മാത്രമായിരിക്കും വേദന ഉണ്ടാവുക. അതും സൂചി കുത്തുന്ന പോലെ പ്രിക്കിംഗ് ടൈപ്പ് പെയിൻ ആയിരിക്കും. നമ്മളിതിനെ ഹങ്കർ പെയിൻ എന്നൊക്കെ പറയാൻ കാരണം ഈ ഒരു ഗ്യാസ്ട്രിക് അൾസർ രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വേദന കൂടുന്നത് എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ഈ ഒരു അസ്വസ്ഥത കുറച്ച് കുറയുന്നതായിട്ട് കാണിക്കാറുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടാവും വയറിൽ. ഈ ആസിഡ് ഈ മുറിവിനെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. അതുവഴി ഈ ഒരു പെയിൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ആ ഒരു പെയിനിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറയും. നെക്സ്റ്റ് ആണ്
ഈ ഒരു അൾസർ ഫോം